നമസ്കാരം. ചെരുപ്പിന്റെ വാറഴിപ്പിക്കുന്ന മാനസികാവസ്ഥ പല കാലത്ത് പല രീതിയിൽ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഫ്യൂഡൽ മാടമ്പി കാലത്ത് ജന്മിമാരുടെ രൂപത്തിലും പിന്നീട് ബ്രിട്ടീഷുകാരുടെ രൂപത്തിലും അതും കഴിഞ്ഞ് വമ്പൻ കുത്തകകളുടെ രൂപത്തിലുമൊക്കെ അവതരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ജനാധിപത്യ കേരളത്തിൽ നിയമസഭയുടെ സ്പീക്കർ എൻ ശക്തൻ തൻ്റെ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പ് അഴിപ്പിച്ചു വയ്പ്പിച്ച സംഭവമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. 18 വർഷമായി കുനിയാൻ കഴിയാത്ത അപൂർവ രോഗത്തിന് ഉടമയായ സ്പീക്കറുടെ ചികിത്സകൾ കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പീക്കർ എൻ ശക്തൻ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പ് അഴിപ്പിച്ചു. ഇത് ശരിയാണോ എന്നതാണ് നേരം പുലർന്നപ്പോൾ മുതൽ കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്യൂഡൽ മാടമ്പി ബ്രിട്ടീഷ് മേധാവിത്വ മനോരോഗമാണോ എന്നുപോലും ചിലർ സംശയിച്ചു. എത്ര നേരം ഇങ്ങനെ ചോദ്യങ്ങൾ കേട്ടിരിക്കും? ഒടുവിൽ സഹി കെട്ടപ്പോൾ ശക്തൻ ആ സത്യം തുറന്നു പറഞ്ഞു. കഴിഞ്ഞ 18 വർഷമായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ സത്യം, അതായത് ഒരിക്കലും കുനിയാൻ കഴിയാത്ത ലോകത്തിൽ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന അത്യപൂർവ രോഗമാണത്രേ സ്പീക്കർക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ശാരീരികമായി ഒരു അസുഖമുണ്ട്. ആ അസുഖം അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. 18-19 വർഷത്തിന് മുൻപ് വന്ന ഒരു അസുഖമാണ്. വളരെ അപൂർവമായ ഒരസുഖം. 10,000 പേരിൽ ഒരാളിനോ 1,00,000 പേരിൽ ഒരാളിനോ ഒക്കെ വരാവുന്ന വളരെ സീരിയസ് ആയ ഒരസുഖം. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. ആ അസുഖം കണ്ണിലെ വെയിൽ ഡാമേജായി അത് പൊട്ടി കണ്ണിനകത്ത് ബ്ലഡ് ഇറങ്ങി കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മരുന്നിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. കൈവിട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിൽ രക്ഷിക്കാനാവില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ കണ്ണിനകത്ത് ബ്ലഡ് വരാറുണ്ട്. ഇത്ര നാൾ നിങ്ങൾ എവിടായിരുന്നു? ഈ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ വന്ന് പറയുന്നത്. പറയാൻ എനിക്ക് അനുവാദമില്ല. ഇപ്പോഴും Don't be stupid. ബോബി, എനിക്ക് പറയാനുള്ള ആദ്യം കേൾക്കൂ. ഈ അസുഖം സീരിയസ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ദിനചര്യയിൽ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു കാരണവശാലും കുനിയരുത്. കുനിഞ്ഞ് ഒരു കാര്യവും ചെയ്യരുത്. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. അമ്മാതിരി അസുഖമാണ്. 18 വർഷമായി ഈ അസുഖം ബാധിച്ച് കുനിയാൻ കഴിയാത്ത ശക്തൻ നിസ്സഹായനായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന സ്വന്തം ഡ്രൈവറെ കൊണ്ട് വാറഴിപ്പിച്ചത്. എന്നാൽ ഇതൊരു പ്രത്യേകതരം അസുഖമായതിനാൽ ചെരുപ്പ് അഴിപ്പിക്കാൻ മാത്രമാണ് കുനിഞ്ഞുകൂടാത്തത്. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കുനിയുന്നതിൽ തടസ്സമില്ല. ഉദാഹരണത്തിന് കൊയ്ത്തുദ്ഘാടനത്തിന് കൊയ്യാനും അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ കുനിയാം. ചെരുപ്പിന്റെ വാറഴിക്കാൻ മാത്രം കുനിയാൻ കഴിയില്ല. ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ കേൾക്കണം. എൻ്റെ ഈ അസുഖത്തെപ്പറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വളരെ കാര്യമായി അറിയാവുന്ന 2 പേര്, ഒന്ന് ചെറിയാൻ ഫിലിപ്പും ഒന്ന് പീതാംബരക്കുറുപ്പുമാണ്. ഈ അസുഖം കൂടുതൽ സീരിയസ് ആകാതിരിക്കാനും വരാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ, ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. നമ്മൾ അസംബ്ലി വളപ്പിൽ വൃക്ഷത്തൈ നട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് അറിഞ്ഞില്ല. വർഷങ്ങൾക്ക് മുൻപ് നട്ടതാണ്. ആ നടുന്ന സമയത്ത് ഞാൻ കുനിഞ്ഞ് ആ മണ്ണിട്ടിട്ടില്ല. ഞാനത് അല്പം കുനിയാവുന്നതിൻ്റെ മാക്സിമം കുനിഞ്ഞ് തൈ വെച്ചു കൊടുക്കും.
നേരത്തെ അവരോട് ആരോടെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും കുനിഞ്ഞ മണ്ണെടുത്തിടാൻ കഴിയില്ല, അതുകൊണ്ട് മണ്ണെടുത്തിടണമെന്ന്. നിയോജകമണ്ഡലത്തിനകത്ത് പലയിടത്തും തറക്കല്ലിടുന്ന സംഭവമുണ്ട്. തറക്കല്ലിടുമ്പോഴും ഞാൻ പിന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. ഈ കുനിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കറ്റ മെതിക്കുമ്പോൾ മന്ത്രി കറ്റ മെതിക്കുന്നത് ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വിവാദമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മന്ത്രി കുനിഞ്ഞ് നല്ലവണ്ണം കറ്റ മെതിക്കുന്നു, ഞാൻ അത്രയും കുനിയുന്നില്ല. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള ഒരു വാര്യസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. എനിക്കിത് ഈ അസുഖം വെളിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി കുനിയാവുന്നതിൻ്റെ മാക്സിമം കുനിഞ്ഞപ്പോഴും തറയിൽ നിന്ന് ഒരടിക്ക് മുകളിൽ വരെ എനിക്ക് കുനിയാൻ കഴിയുന്നുള്ളൂ. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിന്റെ, ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു പ്രവണതയുമായി നിൽക്കുകയായിരുന്നു. നെല്ലറുക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം. മിനിസ്റ്റർ നെല്ലറുത്തത് നെല്ലിൻ്റെ ഏറ്റവും ചുവട്ടിൽ വെച്ചാണ്, ഞാൻ നെല്ലറുത്തത് കുറച്ച് മുകളിൽ വെച്ചാണ്. കാരണം അത്രയും കുനിയാൻ സാധിക്കില്ല. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. സാധാരണ ചെരുപ്പഴിക്കേണ്ട സ്ഥലങ്ങളിൽ കെട്ടില്ലാത്ത ചെരുപ്പാണ് ഞാൻ ഇടുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കെട്ടില്ലാത്ത ചെരുപ്പാണ്. ഈ ചെരുപ്പ് അഴിക്കുന്നതിനും ഇടുന്നതിനും ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഈ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതായത് വല്ല ചെളിയോ അല്ലെങ്കിൽ അറിയാത്ത സ്ഥലങ്ങളിലോ ഈ ചെരുപ്പിട്ടാൽ ചിലപ്പോൾ സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ കെട്ടുള്ള ചെരുപ്പ് അഴിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കെട്ടില്ലാത്ത ചെരുപ്പാണ് ഇടുന്നത്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഇന്നലെ ഈ കൊയ്ത്ത് ആയതുകൊണ്ട് അതിൻ്റെ നെല്ലിൻ്റെ ഇടയിൽ കയറേണ്ടി വരും എന്ന് നേരത്തെ അറിയാം എന്നുള്ളത് കൊണ്ട് ചെരുപ്പഴിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇന്നലെ കെട്ടുള്ള ചെരുപ്പ് ഇട്ടത്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, എനിക്ക് പരിപൂർണ വിശ്വാസമായി. പക്ഷെ അവിടെ വന്നതിന് ശേഷമാണ് അപ്രതീക്ഷിതമായി ഞാൻ കാണുന്നത്. കൊയ്ത്ത് സമയത്തും കാണുന്നില്ല. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഈ കറ്റ മെതിക്കാൻ വേണ്ടി പായിട്ടിട്ട് അതിൻ്റെ പുറത്ത് കല്ല് വച്ചിരിക്കുന്നത് കണ്ടത്. പായിൽ നെല്ല് വീഴുന്ന സ്ഥലത്ത് ചെരുപ്പിട്ടുകൊണ്ട് കറ്റ മെതിക്കുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എന്നെ കഴിഞ്ഞ 10-18 വർഷമായി എന്നോടൊപ്പം സ്ഥിരം യാത്ര ചെയ്ത് എന്നെ സഹായിക്കുന്ന എൻ്റെ അടുത്ത ബന്ധുവായ ബിജു എൻ്റെ ചെരുപ്പ് മാറ്റുന്നതിന് സഹായിച്ചത്. ശാരീരികമായി സ്വന്തം ചെരുപ്പ് അഴിക്കുന്നതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുക? മറ്റുള്ളവരുടെ സഹായം തേടുകയല്ലേ ഉള്ളൂ. അങ്ങനെ മറ്റുള്ളവരുടെ സഹായം തേടുന്നത് ഒരു വലിയ തെറ്റായി അങ്ങനെ കാണാമോ? അമ്പട കേമാ. കേമത്തം കാണിച്ച് ശക്തൻ എന്തായാലും പെട്ടുപോയി. അത്യപൂർവമായ രോഗത്തിന്റെ 3 പരിഹാര ക്രിയകളിൽ ഒന്ന് മാത്രമാണ് സ്റ്റാഫിനെ കൊണ്ട് വാറഴിപ്പിക്കുക എന്നത്. അസുഖം കണ്ണിനായതിനാൽ കണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ ആൾക്കൂട്ടത്തെ മറികടന്ന് വളഞ്ഞ വഴിക്കെത്തിയ KM മാണിയെ 10-ലധികം പേർ ചുറ്റും നിന്ന് വളഞ്ഞിട്ടും കാണാൻ കഴിയുന്ന അപൂർവമായ പ്രത്യേകതയും ഈ രോഗത്തിനുണ്ട്. സ്പീക്കറുടെ കണ്ണിന് അത്തരമൊരു സാധ്യതയുമുണ്ട്. അതേസമയം കണ്ണിന്റെ കാഴ്ച തന്നെ അപകടത്തിലുമാണ്. ഡോക്ടർ, സീരിയസ് മാറ്റർ, നടന്നോട് സംസാരിക്കാൻ വരൂ. ഒരു മിറാക്കിൾ നടക്കണമെന്ന് പറയാനാ. രക്ഷപ്പെടണമെങ്കിൽ ഒരു മിറാക്കിൾ നടക്കണം. അസുഖം വന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അടുത്ത കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായും നഷ്ടപ്പെട്ടു. മനസ്സിലായില്ല? എൻ്റെ ഓരോ കണ്ണിലും 10 പ്രാവശ്യത്തിൽ കൂടുതൽ ലേസർ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലായി.
ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്? എൻ്റെ 2 കണ്ണും സർജറി നടത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരാളിന് ഇന്നും പൂർണ്ണമായി കാഴ്ച കിട്ടി ഇങ്ങനെ നടക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയൂ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ, ഞെട്ടിപ്പോകും. എനിക്ക് കണ്ണിന് അസുഖം വരുന്നതുവരെ എൻ്റെ വാഹനം ഞാൻ സ്വന്തമായിട്ടാണ് ഓടിക്കുന്നത്. എനിക്ക് ഡ്രൈവർ ഇല്ലായിരുന്നു. പക്ഷേ കണ്ണിന് അസുഖം വന്നതിന് ശേഷം ഇനി വാഹനം ഓടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അന്ന് മുതൽ ബിജു ഡ്രൈവറായി മാത്രമല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഈ ഡ്രൈവർ ബിജു തന്നെയാണ്. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാണ്, പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. കണ്ണിന് ഇത്ര ഗുരുതരമായ പ്രത്യേകതരം അസുഖമുണ്ടായിട്ടും സ്പീക്കർ കണ്ണടയൊന്നും വയ്ക്കുന്നത് കാണുന്നില്ലല്ലോ. കണ്ണട എന്ന് പറയുന്ന ലെൻസിൻ്റെ കാഴ്ച ക്രമീകരിക്കുന്നതാണ്. പക്ഷേ ഈ അസുഖം ലെൻസിൽ അല്ല, പുറത്തുള്ളതല്ല, അകത്തുള്ള വെയിനിലുള്ളതാണ്. വെയിലിൽ വരുന്ന അസുഖത്തിന് കണ്ണടയുമായി ഒരു ബന്ധവുമില്ല. കണ്ണട ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാഴ്ചയ്ക്ക് മാത്രം, അല്ലാതെ മറ്റുള്ളതിന് കണ്ണട എനിക്ക് ആവശ്യമില്ല. അപൂർവങ്ങളിൽ അത്യപൂർവമായ ബോംബെ ഓപ്പോസിറ്റീവ് ഗ്രൂപ്പാ. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചു പേർക്കേ അതുള്ളൂ. ഡോണ്ട് വെറി, രാജ്യത്തെ എല്ലാ ഹോസ്പിറ്റലിലേക്കും ബ്ലഡ് ബാങ്കിലേക്കും ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞു. കണ്ണിൽ വെയിലടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം. ഞാൻ അവിടെ വന്ന് നിന്നതിന് ശേഷം മിനിസ്റ്റർ വരാൻ അല്പം വൈകിയപ്പോൾ എവിടെ തണലുണ്ടെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ആ തണലത്ത് നോക്കി നിന്നു. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ചൂട് കണ്ണിൽ മാത്രമല്ല, തലയിലും ചൂടടിച്ചാൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ ചൂട് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യാൻ കഴിയുന്ന അസുഖമല്ല ഇത്. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഒരു കുഴപ്പവുമില്ല. ശരി. അത്യപൂർവമായ ഈ അസുഖത്തിന് പക്ഷേ ചികിത്സ നേടുകയും ഒരിക്കൽ നഷ്ടപ്പെട്ട ആ കാഴ്ച തിരിച്ചു പിടിക്കുകയും ചെയ്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ 18 വർഷം മുമ്പ് കുനിയാൻ കഴിയാത്ത ഈ അസുഖം വന്നപ്പോൾ തന്നെ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിരുന്നു എന്നല്ലേ? അസുഖം വന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അടുത്ത കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായും നഷ്ടപ്പെട്ടു. അഹമ്മദാബാദിലുള്ള ഒരു മലയാളി പയ്യൻ ആൻഡ് ഈസ് വില്ലിംഗ്. അവർ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു കഴിഞ്ഞു. ഗുഡ്, മേക്ക് ദി അറേഞ്ച്മെന്റ്സ് ക്വിക്ലി. ഓക്കേ ഡോക്ടർ. യു ആർ ലക്കി മാൻ. ഇന്നിപ്പോൾ ഒരു കുഴപ്പമില്ല, 2 കണ്ണും പൂർണ്ണമായും നല്ലവണ്ണം കാണാം. കണ്ണാടി ഇല്ലാതെ വായിക്കാനും കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അസുഖം വന്നിട്ടുള്ളവർക്ക് കാഴ്ച തിരിച്ചു കിട്ടിയ, നിങ്ങൾക്ക് ബന്ധപ്പെട്ട കണ്ണിൻ്റെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടിയ അപൂർവം ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അസുഖം കാഴ്ച പൂർണ്ണമായും കിട്ടാതെ ജീവിതം അവസാനിപ്പിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച പൂർണ്ണമായും കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, പൂർണ്ണമായും കാണാം. കണ്ണാടി ഇല്ലാതെയാണ് ഞാൻ പലതും വായിക്കാറുള്ളത്. ഇനിയിപ്പോൾ കുനിയാൻ കൂടി കഴിഞ്ഞാൽ ഈ അസുഖത്തെ അതിജീവിക്കുന്ന അത്യപൂർവ ജന്മങ്ങളിൽ ഒന്നാകാൻ സ്പീക്കർക്ക് കഴിയും. അത്തരമൊരാൾ സ്പീക്കർ ആയിരിക്കുന്നതിൻ്റെ ആഹ്ലാദം പൗരന്മാർക്കും ഉണ്ടാകും. എന്നാലും ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അതിനെ വിവാദമാക്കിയവരോട് എങ്ങനെ പൊറുക്കും? ആ വേദന ഒരിടവേള കഴിഞ്ഞ്. എപ്പോഴും ഇരിക്കുന്ന പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ഒരാളായിട്ടാണ് എല്ലാവരും എന്നെപ്പറ്റി പറയുന്നത്. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖ ഛായകളെ. ശൂരനാട് രാജൻ എന്റെ പറയുന്നതൊക്കെ നിങ്ങൾ ഉണ്ടായിരിക്കും. ചുമ്മാ അല്ല, നമുക്ക് പറയാൻ അത് അപ്പോ